ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC വിന്നറിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. ഏത് ഭാഗത്തും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് ടെർമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ നിർബന്ധമായി പഠിച്ചേ പറ്റുള്ളൂ. കാരണം അവിടെ നിന്ന് എന്ത് ചോദിക്കുകയുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഏതൊക്കെയാണെന്നും അതിനോട് ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി മെഷേർഡ് സൈസ് ഓഫ് ദി ഡയമെൻഷൻ ഓഫ് എ കോമ്പോണന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ആക്ച്വൽ സൈസ്, ഓപ്ഷൻ ബി നോമിനൽ സൈസ്, ഓപ്ഷൻ സി ബേസിക് സൈസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു മാനുഫാക്ചർ ചെയ്തൊരു കോമ്പോണന്റിന്റെ സൈസ് മെഷർ ചെയ്യുമ്പോൾ ആ മെഷർ ചെയ്യുന്ന സൈസിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആക്ച്വൽ സൈസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ആക്ച്വൽ സൈസ് എന്താ, നോമിനൽ സൈസ് എന്താ, ബേസിക് സൈസ് എന്താണെന്നൊക്കെ പഠിക്കണം. അത് നമുക്ക് പഠിക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഒരു ലിമിറ്റ് എന്താ, ഫിറ്റ് എന്താ, ടോളറൻസ് എന്താന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിൻ്റെ കേസിൽ നമുക്ക് ഇത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഘടകമല്ല ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്. കാരണം നമ്മൾ പല രീതിയിലും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊക്കെ ചെയ്യുന്നതാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതുമാണ്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കുന്ന രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ഒന്ന് മാസ് പ്രൊഡക്ഷനും ഒന്ന് ഇൻ്റർചേഞ്ചബിൾ സിസ്റ്റമാണ്. അത് ലിമിറ്റ് ഫിറ്റും ടോളറൻസുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാനുഫാക്ചർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. നമ്മളെന്ത് ചെയ്യുക, നമ്മളൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ്, സ്കിൽ ലേബേഴ്സ് ആയാലും അതായത് അഡ്വാൻസ് മെഷീൻസ് ഒക്കെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു എക്സാക്റ്റ് ഒരു സെയിം സൈസിൽ ഒരേ പ്രൊഡക്റ്റ് കുറേ എണ്ണം നമുക്ക് എന്താക്കാൻ പറ്റില്ല, നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലത്തെ ധാരാളം കോമ്പോണൻസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അതായത് ഒരേ സൈസിൽ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയ വ്യത്യാസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അതൊന്ന് നിർമ്മിക്കാനും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഷാഫ്റ്റ് നിർമ്മിക്കുകയാണ്, നമ്മളൊരു ഷാഫ്റ്റ് നിർമ്മിക്കുകയാണ്. ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 40 mm അല്ലേ, ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആട്ടെ ഒരളവ് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് ആ ഒരു എക്സാക്റ്റ് ഡയമെൻഷൻ നമുക്ക് കിട്ടില്ല. ചില കേസിൽ അത് 40.01 ആവാം, 40.02 ആവാം, 40.001 ആവാം, അതേപോലെ 39.99 ആവാം അല്ലേ. അപ്പോൾ ഒരു സ്ലൈറ്റ് വേരിയേഷൻ എന്ത് സംഭവിക്കും, എന്താ പറയുക, മുകളിലും താഴോട്ടായിട്ട് എന്ത് ചെയ്യും, ഒരു വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു സേർട്ടൺ ലിമിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നിലനിർത്തും. അതായത് ഇപ്പോൾ 39.98 അതോടൊപ്പം തന്നെ 40.02 ആണെങ്കിലും നമുക്കത് പ്രശ്നമില്ല, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റിയെടുക്കും. അതായത് നിർമ്മിക്കുമ്പോൾ ആ ഒരു ലിമിറ്റ് വേരിയേഷൻസിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുക. ഓക്കെ, അങ്ങനെ നിർമ്മിച്ച് കഴിഞ്ഞാലും നമ്മളത് എന്തിനാണോ ഉപയോഗിക്കുന്നത് അവിടെ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷൂട്ടാകുകയും ചെയ്യും. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. കുറച്ചൊന്ന് ആലോചിക്കേണ്ടിയൊക്കെ വരും, പക്ഷെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടോളറൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വേരിയേഷൻ പറഞ്ഞില്ലേ, 39.98 ആയാലും 40.02 ഒരു ലിമിറ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലായിരിക്കും, ഒരു ടോളറൻസിൻ്റെ ഉള്ളിലായിരിക്കും. അത് അത്ര വരെ നമുക്ക് എന്ത് ചെയ്യാം, കൂടാം, അത്ര വരെ നമുക്ക് കുറയാം. അതിൽ കൂടാനോ അതിൽ കുറയാനോ പാടില്ല. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കോമ്പൗണ്ടിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ, ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ഒരു മാനുഫാക്ചറിങ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് അല്ലേ. അതായത് അവിടുത്തെ മെഷീൻ്റെ എന്താ പറയുക, ആക്യുറസിയും അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ, ഓപ്പറേറ്ററിൻ്റെ സ്കില്ലായിട്ട് ലേബേഴ്സിൻ്റെ കഴിവ്, അതേപോലെ അവിടുത്തെ പ്രൊഡക്ഷൻ മെത്തേഡ്, ടൂൾസ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളൊരു കോമ്പോണൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ, ഇപ്പോൾ അമേരിക്കയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ബ്രിട്ടനിലായിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും എവിടെ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു സാധനം നമുക്കിവിടെ അതേ പർപ്പസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം.
ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അതായത് എവിടെ നിർമ്മിച്ചിട്ടുള്ള സാധനമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ സിമിലർ ആയിട്ടുള്ള സാധനം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻ്റർചേഞ്ചബിൾ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് പറയുന്ന കേസിൽ എപ്പോഴും ഒരു ഷാഫ്റ്റ് ഹോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററിനെ ബേസ് ചെയ്തും ഒരു ഇന്റേണൽ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ഒക്കെ പറയാറുള്ളത്. ഓക്കെ, അതിനൊരു എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് വേണമെന്നില്ല, സിലിണ്ടർ തന്നെ വേണമെന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മതി ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററും അതേപോലെയുള്ള ഒരു ഇന്റേണൽ ഡയമീറ്ററും. അതാണ് നമ്മൾ മേറ്റിംഗ് പാർട്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ആരൊക്കെയാണ്, ഒരു ഷാഫ്റ്റും അതോടൊപ്പം തന്നെ എന്താണ്, ഹോളുമാണ്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റും ഹോളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിൽ നമ്മൾ കമ്പയർ ചെയ്യാനും കൂടുതൽ ടേം പഠിക്കാനും ഒക്കെ നമ്മൾ എടുക്കുന്ന രണ്ടാൾക്കാർ ഏതാണ്, ഈ ഷാഫ്റ്റും ഹോളുമാണ്. മറന്നു പോരുത്. ഓക്കെ, ഷാഫ്റ്റ് ഹോളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷാഫ്റ്റിൻ്റെ നമ്മളെ എക്സ്റ്റേണൽ ഡയമീറ്റർ ആയിട്ടുള്ള ഒരു ഘടകം വേണം, നമുക്ക് ഇന്റേണൽ ഡയമീറ്റർ ആയിട്ട് ഒരു ഘടകം വേണം. അത്രേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബേസിക് സൈസ് അല്ലേ, നമ്മൾ ഓപ്ഷൻ നേരത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞിരുന്നു ബേസിക് സൈസ്. എന്താണ് ബേസിക് സൈസ്? ബേസിക് സൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കോമ്പോണൻറ്റിൻ്റെ ഡിസൈൻ ഡ്രോയിങ്ങിലുള്ള അതിൻ്റെ എക്സാക്റ്റ് തിയററ്റിക്കൽ സൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബേസിക് സൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു കോമ്പോണൻറ്റിൻ്റെ ഡിസൈൻ ഡ്രോയിങ്ങിലുള്ള എക്സാക്റ്റ് തിയററ്റിക്കൽ സൈസിനെയാണ് നമ്മൾ ബേസിക് സൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നിങ്ങൾ എന്താ, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന അതിൻ്റെ ഫിഗർ വരയ്ക്കില്ല ഡ്രോയിങ് ഷീറ്റിൽ, അപ്പോൾ ആ ഷീറ്റിൽ വരയ്ക്കുന്ന ആ ഒരു സൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് സൈസ് നമ്മൾ നോമിനൽ സൈസ് എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. രണ്ടാമത്തത് ആക്ച്വൽ സൈസ് അല്ലേ. ആക്ച്വൽ സൈസ് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്തായിരുന്നു, ആക്ച്വൽ സൈസ് ആയിരുന്നു ആൻസർ അല്ലേ. എന്താണ് ആക്ച്വൽ സൈസ്? അതായത് മാനുഫാക്ചർ ചെയ്ത ഒരു കോമ്പോണൻറ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈസിനെയാണ് നമ്മൾ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ബേസിക് സൈസിന് എന്തുണ്ടാവും, ആക്ച്വൽ സൈസിന് എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും ഇല്ലേ, വ്യത്യാസം ഉണ്ടാവില്ലേ? കാരണം നമ്മളൊരു ഡ്രോയിങ്ങുള്ള സാധനം നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈസാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബേസിക് സൈസിൻ്റെ കേസിൽ ഹോളിൻ്റെ ഷാഫ്റ്റിൻ്റെയും ബേസിക് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും കേട്ടോ, അത് ഓർക്കണേ, മറന്നു പോകരുത്. അപ്പോൾ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് കോമ്പോണൻറ്റ് നിർമ്മിച്ച് കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈസാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. മറന്നു പോകരുതേ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലിമിറ്റ് ഫിറ്റ് പഠിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അത് പഠിച്ചേ പറ്റുള്ളൂ, നമുക്ക് മാർക്ക് നേടിയേ പറ്റുള്ളൂ അല്ലേ, എല്ലാവർക്കുള്ള മുകളിൽ എത്തിയേ നമുക്ക് പറ്റുള്ളൂ. ഇതൊക്കെ പഠിക്കുക, സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും എക്സാം ഹാൾ എത്തുമ്പോൾ ഈ ബേസിക് സൈസും ആക്ച്വൽ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട് പലർക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഉണ്ടാകരുത്. അപ്പോൾ ഈ ആക്ച്വൽ സൈസും ബേസിക് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യുന്നുള്ള ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം അല്ലേ. എന്താണ് ലിമിറ്റ് ഓഫ് സൈസ്? എന്താ ലിമിറ്റ് ഓഫ് സൈസ്? അതായത് നമ്മുടെ ബേസിക് സൈസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് എക്സ്ട്രീം പെർമിസിബിൾ സൈസ് നമ്മൾ കൊടുക്കും, ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് സൈസും കൊടുക്കും, അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കും, ഒരു മിനിമം ലിമിറ്റ് ഓഫ് സൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് വരേണ്ടത്. അതായത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. നമ്മുടെ ബേസിക് സൈസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, രണ്ട് പെർമിസിബിൾ സൈസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞത്. അതിനുള്ളിൽ വേണം എന്ത് വരാൻ, നമ്മുടെ ആക്ച്വൽ സൈസ് വരാൻ. ഓർക്കണേ, ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ സൈസ്. അപ്പോൾ ബേസിക് സൈസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ രണ്ട് പെർമിസിബിൾ സൈസ് കൊടുത്തിട്ടുണ്ടാവും, വലിയൊരു വാല്യൂ ചെറിയൊരു വാല്യൂ. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സൈസ് ആണ് അല്ലേ. അപ്പോൾ ആ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിൽ എന്തായിരിക്കണം, വരണം. ഓക്കെ, അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അതെന്തായിപ്പോവും, സ്ക്രാപ്പായിപ്പോവും. ഓക്കെ, അങ്ങനെയുള്ള ആ രണ്ട് പെർമിസിബിൾ സൈസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. വളരെ അടുത്ത മൂന്നാൾക്കാരും ബേസിക് സൈസും ആക്ച്വൽ സൈസും ലിമിറ്റ് ഓഫ് സൈസും മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ഈ ലിമിറ്റ് ഓഫ് സൈസിൻ്റെ ഉള്ളിൽ വരണം. വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ദി മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ഈസ് ദി മാക്സിമം പെർമിസിബിൾ ഡയമെൻഷൻ സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ഈസ് ദി മിനിമം പെർമിസിബിൾ ഡയമെൻഷൻ ഓഫ് സൈസ്. അത്രയേ ഉള്ളൂ. ആക്ച്വൽ സൈസും ബേസിക് സൈസും ലിമിറ്റ് ഓഫ് സൈസും PSCക്ക് അത്രത്തോളം ഇഷ്ടമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് സൈസ് ഓഫ് ടു മേറ്റിംഗ് പാർട്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ അലവൻസ്, ഓപ്ഷൻ ബി ഡീവിയേഷൻ, ഓപ്ഷൻ സി ലോവർ ഡീവിയേഷൻ, ഓപ്ഷൻ ഡി ടോളറൻസ്. എന്താണ് ക്വസ്റ്റ്യൻ? മേറ്റിംഗ് പാർട്സിന്റെ ബേസിക് സൈസുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ അലവൻസ് എന്നാണ്. അതാ അപ്പം പുതിയൊരാളും കൂടി കണ്ടോ, പുതിയൊരാളും കൂടി വന്നു. അലവൻസ്, ഡീവിയേഷൻ, ലോവർ ഡീവിയേഷൻ, ടോളറൻസ്. ഇതും നമുക്ക് പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അലവൻസ്. അപ്പോൾ നമുക്ക് ആദ്യം അലവൻസ് തന്നെ നോക്കാം. എന്താണല്ലേ? ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ഓഫ് മേറ്റിംഗ് പാർട്സ്. ഇൻ്റർനാഷണൽ ഡിഫറൻസ് എന്നൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ്സ് ഓഫ് മേറ്റിംഗ് പാർട്സ്. മേറ്റിംഗ് പാർട്സിൻ്റെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അലവൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ലിമിറ്റ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം അലവൻസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ രണ്ട് ടേം കൊടുത്തിട്ടുണ്ട്, ഒന്ന് LML ഒന്ന് MML. അപ്പോൾ ആദ്യം അതെന്താണെന്ന് പറയാം. MML എന്ന് പറഞ്ഞാൽ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ്, അതാണ് ഈ MML എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LML എന്തായിരിക്കും? ലീസ്റ്റ് മെറ്റീരിയൽ ലിമിറ്റ്. ഓക്കെ, അതിനാണ് LML എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ LML MML എന്തൊക്കെയാണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അലവൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ്സ് ഓഫ് മേറ്റിംഗ് പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ആൾക്കാർ നമ്മൾ എടുത്തിട്ടില്ലേ, ഒരു ഹോളും ഷാഫ്റ്റും അല്ലേ. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ കൺസിഡർ ചെയ്യപ്പോൾ ആരെയാണ്? ഹോളിനെയും ഒരു ഷാഫ്റ്റിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്, ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ടോളറൻസ് സോൺ എന്നാണ് വിളിക്കുക. ഈ കളറിൽ കാണുന്നതിന് എന്താ വിളിക്കുക? ടോളറൻസ് സോൺ എന്നാണ് വിളിക്കുക. അത് നമുക്ക് ടോളറൻസ് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. അതായത് മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിൻ്റെ കേസിൽ ഈ കാണുന്ന ലൈനില്ലേ, ഇതാണ് ഹോളിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഹോളിൻ്റെ എന്തെന്ന് പറയുന്നത്? ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോളിൻ്റെ കേസിൽ ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനെയാണ് നമ്മൾ MML എന്ന് പറയുന്നത്. എന്താണ്? ഹോളിൻ്റെ കേസിൽ ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനെയാണ് നമ്മൾ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറന്നുപോകട്ടെ. അതായത് ഹോളിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അതിൻ്റെ ലോവർ ലിമിറ്റിന് എന്തായിരിക്കും? ഈക്വൽ ആകുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ MML എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ഹോളിൻ്റെ ഡയമെൻഷൻ എന്താകുക? ആ ഒരു ലോവർ ലിമിറ്റിന് ഈക്വൽ ആകുന്ന അവസ്ഥയാണ് നമ്മൾ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ഓഫ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഷാഫ്റ്റിൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കിയേ. ഷാഫ്റ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? MML LML ഉണ്ട് അല്ലേ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഷാഫ്റ്റ് എന്തെന്ന് പറയുന്നത്? അപ്പർ ലിമിറ്റ് എന്ന് പറയും അല്ലേ. ഇവിടെ നോക്ക്, ഇതാണ് ഷാഫ്റ്റ് എന്തെന്ന് പറയുന്നത്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റാണ് എന്ത് ചെയ്യുന്നത്? മാക്സിമം മെറ്റീരിയൽ ലിമിറ്റായി ഇവിടെ മാറുന്നത്. ഓർമ്മിക്കണേ, എന്താണ്? ഷാഫ്റ്റിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ്, ഇതാണ് ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ്, ഇതാണ് ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റാണ് എന്തായി മാറുന്നത്? ഇവിടെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഹോളിൻ്റെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഹോളിൻ്റെ ലോവർ ലിമിറ്റും അല്ലേ, ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ എന്താണ്? അപ്പർ ലിമിറ്റും അല്ലേ. ഇവിടെ നോക്ക്, ഇതാണ് എന്ത്? ഹോളിൻ്റെ ലോവർ ലിമിറ്റ്, ഇതാണ് ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ്. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അലവൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് മാക്സിമം മെറ്റീരിയൽ ലിമിറ്റാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മാക്സിമം മെറ്റീരിയൽ ലിമിറ്റിൻ്റെ കേസാണ് പറഞ്ഞത്, ഹോളിൻ്റെ ഷാഫ്റ്റിൻ്റെ കേസ് അല്ലേ. ഇനി നമുക്ക് അതേപോലെ എന്ത് നോക്കണം? ലീസ്റ്റ് മെറ്റീരിയൽ ലിമിറ്റ് നോക്കണം, LML നോക്കണം. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയുള്ളൂ അല്ലേ. എന്താ സംഭവിക്കുന്നത്? ഹോളിൻ്റെ കേസിലാണെങ്കിൽ LML എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡയമെൻഷനെയാണ് ഹോളിൻ്റെ ലീസ്റ്റ് മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഷാഫ്റ്റിൻ്റെ കേസിലോ? ഷാഫ്റ്റിൻ്റെ കേസിൽ ലോവർ ആയിട്ട് അല്ലേ, ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡയമെൻഷനെയാണ് ഷാഫ്റ്റിൻ്റെ എന്തെന്ന് പറയുന്നത്? ലീസ്റ്റ് മെറ്റീരിയൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വരും, ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ നിന്ന് ഓർത്ത് നോക്കുക. ഹോളിൻ്റെ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോവർ ലിമിറ്റ് അല്ലേ. ഹോളിൻ്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിൻ്റെ
അപ്പർ ലിമിറ്റും ആ തമ്മിലുള്ള ഒരു ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരും, ഈ രീതിയിലും ചോദിക്കും. അതായത് ഇന്റർനാഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ഓഫ് മേറ്റിംഗ് പാർട്സ്. അപ്പോൾ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം മെറ്റീരിയൽ ലിമിറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ലീസ്റ്റ് മെറ്റീരിയൽ ലിമിറ്റും ഉണ്ട്. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഈ എലവൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഷാഫ്റ്റ് സൈസ് ഹോൾ സൈസിനെക്കാട്ടും കുറവാണെങ്കിൽ ആ അലവൻസ് നമ്മൾ പോസിറ്റീവ് അലവൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത്, സൈസ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ഹോൾ സൈസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി ഷാഫ്റ്റ് സൈസ് ഹോൾ സൈസിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നെഗറ്റീവ് അലവൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സൈസ് ആൻഡ് ദി കറസ്പോണ്ടിങ് ബേസിക് സൈസ് ഈസ് കോൾഡ് ഡീവിയേഷൻ. ഒന്നുമില്ല, ആക്ച്വൽ സൈസും കറസ്പോണ്ടിങ് സൈസുമായിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വീണ്ടും ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഓർത്ത് വെക്കണം. ഡീവിയേഷനൊക്കെ PSCക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ടെക്നിക്കൽ എക്സാമുകൾ. ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ, നമുക്ക് എല്ലാവർക്കാട്ടും മുന്നെത്തണം. അപ്പോൾ ഇതൊക്കെ പഠിച്ചേ തോന്നുള്ളൂ. ഒരു വിഷമമായിട്ട് ഒരു ബോറായിട്ടൊക്കെ ക്ലാസ് ചിലപ്പോൾ തോന്നിയേക്കാം, എന്നാൽ നമുക്ക് ഇതേപോലെ പറഞ്ഞു പോയേ പറ്റുള്ളൂ. നമുക്ക് ഇതേപോലെ പറഞ്ഞു പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഒരു ബോറൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഒന്നും കൂടി കഴുകി നിങ്ങൾ വന്നിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ആക്ച്വൽ സൈസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് സൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് ഡീവിയേഷൻ, അപ്പോൾ നിങ്ങൾ ഫിഗർ കാണുന്നുണ്ടല്ലേ, ഒന്ന് അപ്പർ ഡീവിയേഷനും ഒന്ന് ലോവർ ഡീവിയേഷനും. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയ ബേസിക് സൈസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഏതാണ്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 0 ലൈൻ കണ്ടില്ലേ. അപ്പോൾ ഈ 0 ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബേസിക് സൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 0 ലൈനും ബേസിക് സൈസും തന്നെയാണ്, ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും നോക്കാം. അപ്പോൾ നമുക്ക് അപ്പർ ഡീവിയേഷൻ ലോവർ ഡീവിയേഷൻ പറയുമ്പോൾ ഷാഫ്റ്റിൻ്റെ കേസിലും ഹോളിൻ്റെ കേസിലും പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഈ സോണിനെ നമ്മൾ ടോളറൻസ് സോൺ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത് നമുക്ക് പറയാം. അപ്പോൾ ഈ സൈസ്, ഈ മുകളിലത്തെ സൈസ്, അതാണ് നമ്മൾ എന്ന് പറയുന്നത് മാക്സിമം സൈസ് ഓഫ് എ ഹോൾ എന്ന് പറയുന്നത്. ഈ താഴെ കടന്നല്ലേ, ഈ ലൈനാണ് എന്ത്, മിനിമം സൈസ് ഓഫ് എ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിക്കണേ. ഇനി ഇവിടെ ഷാഫ്റ്റിന്റെ കേസിലാണെങ്കിലോ, ഈ മുകൾ ഭാഗമാണ് എന്ത്, മാക്സിമം സൈസ് ഓഫ് എ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ താഴെയുള്ള ഈ ലൈനാണ് എന്തെന്ന് പറയുന്നത്, മിനിമം സൈസ് ഓഫ് എ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ ഡീവിയേഷന്റെ കേസിൽ ഹോളാണ് പറയുന്നതെങ്കിലോ, ഹോളിന്റെ മാക്സിമം സൈസിൽ നിന്ന് ബേസിക് സൈസിലേക്കുള്ള ആ ഒരു വ്യത്യാസം അല്ലേ, ആ ഒരു ഡിഫറൻസിൽ കണ്ടോ, ഹോളിന്റെ മാക്സിമം സൈസും ബേസിക് സൈസും നമ്മൾ ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഹോളിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഷാഫ്റ്റിന്റെ കേസിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നതായിരിക്കും, ഇതാണ് ഷാഫ്റ്റിന്റെ എന്തെന്ന് പറയുന്നത്, മാക്സിമം സൈസ് എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് എന്തെന്ന് പറയുന്നത് 0 ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോവർ ഡീവിയേഷൻ നോക്കാം. ലോവർ ഡീവിയേഷൻ ഹോളിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, ഈ കാണുന്ന ലൈനിൽ, ഈ ലൈൻ ഏതാണ്, മിനിമം സൈസ് ഓഫ് എ ഹോളാണ്. അപ്പം മിനിമം സൈസ് ഓഫ് എ ഹോളും 0 ലൈൻ തമ്മിലുള്ള, 0 ലൈനാണ് നമ്മുടെ ബേസിക് സൈസ് എന്ന് പറയും അല്ലേ, ആ തമ്മിലുള്ള ഓൾജബ്രിക് ഡിഫറൻസ്, ഈ ചെറിയ ഡിഫറൻസിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലോവർ ഡീവിയേഷൻ ഓഫ് എ ഹോൾ എന്ന് പറയുന്നത്. എന്നാൽ ഷാഫ്റ്റിന്റെ കേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഷാഫ്റ്റിന് എന്തെന്ന് പറയുന്നത്, മിനിമം സൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷാഫ്റ്റിന്റെ ഈ മിനിമം സൈസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിക് സൈസ് അല്ലേ, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഷാഫ്റ്റിന്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മറന്നുപോവോ, ശ്രദ്ധിക്കണേ. കുറച്ച് ഡിഫറൻസ്, കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ഒക്കെ തോന്നിയേക്കാം, എന്നാലും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഡീവിയേഷൻ എന്താ, അപ്പർ ഡീവിയേഷൻ എന്താ, ലോവർ ഡീവിയേഷൻ എന്താ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം and minimum size allowed in manufactured component is called. ഓപ്ഷൻ എ ക്ലിയറൻസ്, ഓപ്ഷൻ ബി അലവൻസ്, ഓപ്ഷൻ സി ടോളറൻസ്, ഓപ്ഷൻ ഡി ലിമിറ്റ് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കോമ്പോണൻറ്റിന് മാക്സിമം ആയിട്ടും മിനിമം ആയിട്ടും നമ്മളൊരു സൈസ് അലൗഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഒരുവിധം അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ടോളറൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടോളറൻസ്? അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്,
ടോളറൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഹോളിൻ്റെ കേസിൽ നോക്ക്, ഇതാണ് ഹോളിൻ്റെ അപ്പർ ലിമിറ്റ്, ഇതാണ് ഹോളിൻ്റെ ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഈ തമ്മിലുള്ള ഡിഫറൻസിനാണ് ഹോളിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഹോളിൻ്റെ ടോളറൻസ് അങ്ങനെ സെപ്പറേറ്റ് പറയാറില്ല. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റ് ആയാലും ഹോളായാലും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഈ ലിമിറ്റ് ഫിറ്റ് ടോളറൻസിൽ നമുക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ടോളറൻസിൻ്റെ കേസ്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും എന്തെല്ലാമായിരിക്കും, ടോളറൻസ് ആയിരിക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം, 2-3 തവണ ഓപ്ഷൻ നോക്കണം, എന്നിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാവൂ. ഓക്കെ. അതോടൊപ്പം തന്നെ ടോളറൻസ് സോൺ ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് സൈസ്. അതായത് ഈ കളറിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ, ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റും, ഇതാണ് എന്ത് നമ്മുടെ മിനിമം ലിമിറ്റും അല്ലേ. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോളറൻസ് സോൺ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ ടോളറൻസ് സോണിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ടോളറൻസ് സോൺ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ, ബൈലാറ്ററൽ ടോളറൻസ് ഈസ് ഫിക്സഡ്. ഓപ്ഷൻ എ ഓൺ അപ്പർ സൈഡ് ഓഫ് ദി ബേസിക് സൈസ്, ഓപ്ഷൻ ബി ഓൺ ലോവർ സൈഡ് ഓഫ് ദി ബേസിക് സൈസ്, ഓപ്ഷൻ സി ഓൺ എനി വൺ സൈഡ് ഓഫ് ദി ബേസിക് സൈസ്, ഓപ്ഷൻ ഡി ഓൺ ബോത്ത് സൈഡ് അപ്പർ ആൻഡ് ലോവർ ഓഫ് ദി ബേസിക് സൈസ്. ക്വസ്റ്റ്യൻ എന്താണ്, ബൈലാറ്ററൽ ടോളറൻസ് എവിടെയാണ് ഫിക്സ് ചെയ്യാന്നല്ലേ, ഏത് രീതിയിലാണ് കൊടുക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ഓൺ ബോത്ത് സൈഡ് അപ്പർ ആൻഡ് ലോവർ ഓഫ് ദി ബേസിക് സൈസ്. അപ്പോൾ എന്താണ് ബൈലാറ്ററൽ ടോളറൻസ് എന്ന് നോക്കാം. ടോളറൻസിന് 2 ക്ലാസിഫിക്കേഷനാണ് ഈ ബൈലാറ്ററലും അതോടൊപ്പം തന്നെ യൂണിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ബൈലാറ്ററൽ ആകുമ്പോൾ അല്ലേ, നമ്മൾ ബൈലാറ്ററൽ സിസ്റ്റം ആണ് പറയുന്നത്. ടോളറൻസ് ഗീവ് ബോത്ത് സൈഡ് ഓഫ് ദി ബേസിക് സൈസ്. ആ ബോത്ത് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ബേസിക് സൈസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ എന്ത് ബേസിക് സൈസ് അല്ലെങ്കിൽ 0 ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ് ബൈലാറ്ററൽ ആണ് അല്ലേ. അപ്പോൾ ഈ ബേസിക് സൈസിന് മുകളിലുള്ള വാല്യൂ ഒക്കെ എപ്പോഴും എന്താണ്, പോസിറ്റീവാണ്. ഈ ബേസിക് സൈസിന് താഴെയുള്ള വാല്യൂ എപ്പോഴും എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, അപ്പർ ആൻഡ് ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈലാറ്ററൽ സിസ്റ്റത്തിന് 2 ടോളറൻസ് കൊടുക്കും, ഒന്നെന്താണ് മുകളിലും ഒന്ന് താഴെയും. അപ്പോൾ മുകളിലുള്ളതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, താഴെയുള്ളത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, 25 പ്ലസ് 0.05 മൈനസ് 0.05 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 25.05 ആണ്. മിനിമം എന്ന് പറയുന്നത് 24.95 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യൂണിലാറ്ററലോ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇതാണ് നമ്മുടെ ബേസിക് സൈസ്. അപ്പോൾ ബേസിക് സൈസിൻ്റെ ഒന്നെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ എന്ന രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഫിഗർ ശ്രദ്ധിച്ചേക്ക്, ഇവിടെ എവിടെയാണ് വരുന്നത്, ടോളറൻസ് സോൺ എവിടെയാണ് വരുന്നത്, താഴെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താ വരിക, മൈനസ് ആണ് വരിക. ഇനി ഇവിടെ ടോളറൻസ് സോൺ എവിടെയുള്ളത്, മുകളിലാണല്ലേ. അപ്പോൾ എന്താ വരിക, പ്ലസ് ആയി വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 25 പ്ലസ് 0.2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം അതായത് ബേസിക് സൈസിന് മുകളിൽ, പക്ഷേ എന്താ കൊടുക്കുള്ളൂ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കുള്ളൂ, ഒന്നെങ്കിൽ മുകളിലായിരിക്കും അല്ലെങ്കിൽ താഴെയായിരിക്കും. 2 ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, ബൈലാറ്ററൽ ടോളറൻസ് ആയി മാറി. ഓക്കെ, ക്ലിയർ അല്ലേ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ 2 മേറ്റിംഗ് പാർട്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ അലവൻസ്, ഓപ്ഷൻ ബി ടോളറൻസ്, ഓപ്ഷൻ സി ലിമിറ്റ്, ഓപ്ഷൻ ഡി ഫിറ്റ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ്സിനെ, 2 മേറ്റിംഗ് പാർട്സുകൾ തമ്മിലുള്ള ടൈറ്റ്നസ് ഓർ ലൂസ്നെസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത്. എന്താണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ ഡി ഫിറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുക, ഇതിനൊരു മാറ്റം PSC വരുത്താറില്ല. ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ് ഈസ് കോൾഡ് ഏതാണ്, ഫിറ്റ് ആണ്. ഫിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഫിറ്റ് പഠിക്കണം. അതാണ് നിങ്ങൾ കാണുന്നത് ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ഹോൾ ബേസിസ് സിസ്റ്റം, ഓപ്ഷൻ എ ദി സൈസ് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ബി ദി സൈസ് ഓഫ് ദി ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ സി ദി പെർമിസിബിൾ ടോളറൻസ് ആർ ഗിവൺ ഓൺ ദി ഹോൾ ആൻഡ് ദി ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി അലവൻസ് ഈസ് ഗിവൺ ഓൺലി ഓൺ ദി ഹോൾ. എന്താ പറഞ്ഞത്, ഹോൾ ബേസിസ് സിസ്റ്റം, അതിൽ എന്താണ് പ്രത്യേകത എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ദി സൈസ് ഓഫ് ദി ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. അപ്പോൾ 2 ബേസിക് സിസ്റ്റം നമ്മൾ പഠിക്കാനുണ്ട്, ഒന്ന് ഹോൾ ബേസിക് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം. കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാനുണ്ട്, പക്ഷെ നമ്മൾ അത്രയും കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലണ്ട. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ എക്സാം ഓഫ് വ്യൂ പോയിന്റിൽ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോൾ ബേസിക് ആൻഡ് ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം. ആദ്യത്തേത് ഹോൾ ബേസിക് സിസ്റ്റം, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഹോൾ എന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഹോൾ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഹോൾ എന്താണ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഇവിടെ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോൾ ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം, ഏതാണ് ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം.
ഇവിടെ എന്തായിരിക്കും അപ്പോൾ കോൺസ്റ്റന്റ്? ഇവിടെ അപ്പം കോൺസ്റ്റന്റ് ഷാഫ്റ്റ് ആണ് അല്ലേ? ഇവിടെ ഷാഫ്റ്റ് ആണ് എന്ത് കോൺസ്റ്റന്റ് ചെയ്യുന്നത്, ഹോളാണ് എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഇതിന്റെ അപ്പുറത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വ്യത്യാസവും ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ ആരാണ് കോൺസ്റ്റന്റ് എന്നും ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ആരാണ് കോൺസ്റ്റന്റ് എന്നും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇതാണ് കേട്ടോ മെക്കാനിക്കൽ, വളരെ സിമ്പിളാണ്. നമ്മൾ വെറുതെ പേടിച്ചിട്ടൊക്കെ മാറിയിരിക്കും മെക്കാനിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ മെക്കാനിക്കൽ എന്ത് ചെയ്യുക, ഒന്ന് സ്നേഹിക്കാൻ നോക്കുക. അപ്പോൾ മെക്കാനിക്കൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്നേഹിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ് 18 grades of tolerance represented by number symbols from option A IT01, IT1, IT16, option B IT1 to IT18, option C IT0 to IT17, option D IT01, IT0, IT1 to IT16. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ടോളറൻസ് ഗ്രേഡ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, ടോളറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ടോളറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ടോളറൻസ് ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ IT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IT ഇൻ്റർനാഷണൽ ടോളറൻസ്. ഓക്കെ, അതാണ് IT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ഗ്രേഡ് ഉണ്ടെന്ന് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. എത്രയാണ് ഗ്രേഡ്? 18 ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണുള്ളത്. ഓക്കെ, മറന്നു വരുത്. ആ 18 ഗ്രേഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 18 ഗ്രേഡ് കേട്ടോ, ഓർമ്മിച്ച് വെക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി IT01 മുതൽ IT16 വരെയാണ് അതിൻ്റെ ആ റേഞ്ച് എന്ന് പറയുന്നത്, 18 ഗ്രേഡ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതായത് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത്രയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞ് ഡീവിയേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഡീവിയേഷൻ നമ്മൾ പഠിച്ചു തന്നില്ല, എന്തായിരുന്നു ആക്ച്വൽ സൈസും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് സൈസും തമ്മിലുള്ള ഡിഫറൻസിന് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതിൽ എത്ര ഡീവിയേഷൻ വരുന്നുണ്ട്? 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ വരുന്നുണ്ട്. ആ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെറ്റർ ആൻഡ് സിമ്പിൾസിൻ്റെ കേസിലാണ്. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫോർ ഹോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടും, അതായത് ഇംഗ്ലീഷ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഹോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഷാഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതോ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോളുക, ചേർത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ഇഫ് ദി ബേസിക് സൈസ് ഓഫ് ഹോൾ ഈസ് 25 mm ആൻഡ് ദി ഡീവിയേഷൻ ഈസ് ±0.2 mm? അതായത് ബേസിക് സൈസ് എന്ന് പറഞ്ഞാൽ 25 mm ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ അതിൻ്റെ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എത്രയാണ് ചോദിച്ചത്? ഡീവിയേഷൻ എന്ന് പറയുന്നത് ±0.2 mm ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ 25.2 mm ആണ്. കാരണം എന്താണ്? മാക്സിമം ലിമിറ്റ് ഓഫ് സൈസാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ മിനിമം ആണെങ്കിലോ 24.8 ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം, അതിനുശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കാവും. അപ്പോൾ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ നെഗറ്റീവ് അലവൻസ് വിൽ റിസൾട്ട് ഇൻ ഓപ്ഷൻ എ ക്ലിയറൻസ് ഫിറ്റ്, ഓപ്ഷൻ ബി ഇന്റർഫറൻസ് ഫിറ്റ്, ഓപ്ഷൻ സി ട്രാൻസിഷൻ ഫിറ്റ്, ഓപ്ഷൻ ഡി സ്ലൈഡിംഗ് ഫിറ്റ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു നെഗറ്റീവ് അലവൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ഫിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ഏതാണ്? ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫിറ്റ് പഠിച്ചപ്പോൾ ഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ്. അതിന് നമ്മൾ ഫിറ്റ് എന്ന് പറയുന്നത്. ഫിറ്റ് 3 കാറ്റഗറിയിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ് അല്ലേ? ട്രാൻസിഷൻ ഫിറ്റ് അല്ലേ? അപ്പോൾ അതിൽ ഇന്റർഫറൻസ് ഫിറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ആൻസറായി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് അലവൻസ് കൊടുക്കുന്ന ഫിറ്റാണ് ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ് നോക്കാം. A negative difference between diameter of the hole and shaft is called interference fit used in motion or power transmitted. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നെഗറ്റീവ് അലവൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ 2 ടോളറൻസ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ ഹോൾ എന്താണ്? ഹോൾ ചെറുതും ഷാഫ്റ്റ് വലുതുമായ കേസിൽ ഈ രീതിയിലുള്ള ഫിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിക്കണേ. അപ്പോൾ ഹോൾ എന്തായിരിക്കും? ഹോള് ചെറുതായിരിക്കും, ഷാഫ്റ്റ് എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട 2 ടേംസ് ഉണ്ട്. ഒന്ന് മാക്സിമം ഇന്റർഫറൻസും ഒന്ന് മിനിമം ഇന്റർഫറൻസും. അതെന്താണെന്ന് നോക്കാം. മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഷാഫ്റ്റ് സൈസ്. ഇതാണ് എന്ത്? മാക്സിമം ഷാഫ്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? മിനിമം ഹോൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഷാഫ്റ്റ് സൈസും മിനിമം ഹോൾ സൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. മറന്നു പോകരുതേ, മാക്സിമം
ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ഹോളും മിനിമം ഷാഫ്റ്റും അല്ലേ, ആ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മിനിമം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രധാനമായും 3 ടൈപ്പ് ഇന്റർഫറൻസ് ഫിറ്റ് വരുന്നുണ്ട്. അതിലൊന്നാണെന്ന് പറയുന്നത് ഷ്രിങ്ക് ഫിറ്റ്, രണ്ടാമത്തേത് മീഡിയം ഫോഴ്സ് ഫിറ്റ്, മൂന്നാമത്തേത് ഏതാണ്? ടൈറ്റ് ഫിറ്റ് ഓർ പ്രസ് ഫിറ്റ്. അപ്പോൾ നമുക്ക് ഷ്രിങ്ക് ഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഷാഫ്റ്റിലേക്ക് അടിച്ച് കയറ്റി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ആ രീതിയിൽ ഫിറ്റ് തന്നെയാണ് ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലൈ വീലും റിംഗ് ഗിയറൊക്കെ പഠിച്ചില്ല, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഷ്രിങ്ക് ഫിറ്റിന് എക്സാമ്പിളാണ്. ഇനി മീഡിയം ഫോഴ്സ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം നെഗറ്റീവ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിറ്റാണ് മീഡിയം ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു പ്രഷർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ വിട്ടുപോയതാണ് ഷ്രിങ്ക് ഫിറ്റാണ് മാക്സിമം നെഗറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്, നെഗറ്റീവ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിറ്റാണ് ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈറ്റ് ഫിറ്റ്, അതായത് സ്ലൈറ്റ് ഇന്റർഫറൻസ് ആയിട്ടുള്ള ഫിറ്റിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ടൈറ്റ് ഫിറ്റ് ഓർ പ്രസ് ഫിറ്റ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ചെറുങ്ങനെ എന്താ കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ 3 ഫിറ്റും ഏതിന് എക്സാമ്പിൾ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഇങ്ങനെ തന്നിട്ട് ഏത് ഫിറ്റിന് എക്സാമ്പിൾ ആണ് ഇത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദി ബിഗ്ഗസ്റ്റ് ഷാഫ്റ്റ് മസ്റ്റ് ബി സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഹോൾ ഫോർ ഒബ്റ്റൈനിങ്. ഓപ്ഷൻ എ ക്ലിയറൻസ് ഫിറ്റ്, ഓപ്ഷൻ ബി ഇന്റർഫറൻസ് ഫിറ്റ്, ഓപ്ഷൻ സി ട്രാൻസിഷൻ ഫിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ബിഗ്ഗസ്റ്റ് ഷാഫ്റ്റ് അല്ലേ, എന്താണ് ഒരു സ്മോളസ്റ്റ് ഹോളിനേക്കാൾ ചെറുതാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഫിറ്റ് ആണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ എ ക്ലിയറൻസ് ഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ക്ലിയറൻസ് ഫിറ്റ്? ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ക്ലിയറൻസ്, ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഫിറ്റിനെയാണ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് ഹോളും തമ്മിൽ എന്തുണ്ടാവും? ചെറിയൊരു ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടൈപ്പ് ഫിറ്റ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ലൂസ് ജോയിന്റ് ആയിരിക്കും അല്ലേ, ഒരു ഗ്യാപ്പ് വന്ന അവിടെ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു ജോയിന്റ് എന്തായിരിക്കും, ലൂസ് ആയിരിക്കും അല്ലേ. പൊതുവേ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലൈഡിങ് മേറ്റിംഗ് പാർട്സുകൾക്കിടയിലാണ് നമ്മൾ എന്ത് കൊടുക്കാറുള്ളത്? ഈ ക്ലിയറൻസ് ഫിറ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അലവൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അലവൻസ് ആണ്, ഇനി ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അലവൻസ് ആണ്. അതായത് ഒരു ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹോള് വലുതും ഷാഫ്റ്റ് ചെറുതുമായ അല്ലേ, ആ ഒരു ടൈപ്പ് ഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോകരുതേ, ഇമ്പോർട്ടൻ്റ് ആണ്, നിരവധി തവണ ചോദിച്ചതാണ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? മാക്സിമം ക്ലിയറൻസും മിനിമം ക്ലിയറൻസും വരുന്നുണ്ട്. അതെന്താ നോക്കാം. മാക്സിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് ഫിറ്റിന്റെ കേസിൽ എന്താണ് മാക്സിമം ഹോൾ സൈസ് അല്ലേ, മാക്സിമം ഹോൾ സൈസും അതോടൊപ്പം തന്നെ മിനിമം ഷാഫ്റ്റ് സൈസും അല്ലേ, ആ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോളിന്റെ എന്താണ് മിനിമം സൈസും അതോടൊപ്പം തന്നെ ഷാഫ്റ്റിന്റെ മാക്സിമം സൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനിമം ക്ലിയറൻസ് ഓഫ് എ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ സിമ്പിളാണ്. ഇതും പ്രധാനമായും 3 ടൈപ്പ് ഫിറ്റ് ഉണ്ട്. ഒന്ന് സ്ലൈഡ് ഫിറ്റ്, രണ്ടാമത്തത് ലൂസ് ഫിറ്റ്, മൂന്നാമത്തത് റണ്ണിങ് ഫിറ്റ്. അപ്പോൾ ഈ സ്ലൈഡ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ സ്ലൈഡ് ഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയറൻസ് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഏതാണ്? ലൂസ് ഫിറ്റ് ആണ്. ലൂസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യത കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫിറ്റ് ആണ് ഈ ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ അങ്ങനെ ആ ടൈപ്പിലേക്കാണ് നമ്മൾ ലൂസ് ഫിറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഇനി മൂന്നാമത്തതാണ് റണ്ണിങ് ഫിറ്റ്. അതായത് ഒരു ലൂബ്രിക്കേഷൻ അല്ലേ, നമ്മൾ 2 പാർട്സുകളിൽ എന്ത് ചെയ്യാറുണ്ട്? ലൂബ്രിക്കേഷൻ ചെയ്യാറുണ്ട് അല്ലേ, ഫ്രിക്ഷനൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ലൂബ്രിക്കേഷന് നിൽക്കാനുള്ള തിൻ ഫിലിമായി നിൽക്കാനുള്ള ഗ്യാപ്പ് മാത്രം കൊടുക്കുന്ന വളരെ ക്ലിയറൻസ് കുറവുള്ള ഒരു ടൈപ്പ് ഫിറ്റാണ് ഈ റണ്ണിങ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഓർത്ത് വെച്ചാൽ മതി. ഈ 3 ക്ലിയറൻസ് ഫിറ്റിന് എക്സാമ്പിൾ ആണെന്നും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ട്രാൻസിഷൻ ഫിറ്റ്. ട്രാൻസിഷൻ ഫിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആളുടെ സ്വഭാവം കാണിക്കും. ചില സമയങ്ങളിലേക്ക് അദ്ദേഹം എന്തായിരിക്കും? ഒരു ഇന്റർഫറൻസ് ആയിരിക്കും, ചില കേസിലേക്ക് അദ്ദേഹം ക്ലിയറൻസ് ആയിരിക്കും. ഓക്കെ, നമ്മളെന്താ പറയുക, 2 സ്വഭാവം കാണിക്കുക എന്നൊക്കെ പറയാം, 2 ആളായിട്ട് മാറാന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെയുള്ള ഒരാളാണ് ഈ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പം എന്തായിരിക്കും? ഇന്റർഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലിയറൻസ് ആയിരിക്കും. ഓക്കെ, ആ ടൈപ്പ് ഫിറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു ടോളറൻസിന്റെ ഈ ഒരു ഫിറ്റിന്റെ പ്രത്യേകത, ഇതിന്റെ ടോളറൻസ് സോൺ എന്തായിട്ടുണ്ടാവും? ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും.
അതാണ് നമ്മുടെ ടോളറൻസ് സോൺ അല്ലേ, നമ്മൾ പറഞ്ഞു ഇതാണ് ടോളറൻസ് സോൺ. ഇതെങ്ങനെയുള്ളത്, ഓവർലാപ്പ് ചെയ്ത രീതിയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഫിറ്റ് ഏതാണെന്ന് ചോദിക്കാം, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതേതാണ്, ട്രാൻസിഷൻ ഫിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ട്രാൻസിഷൻ ഫിറ്റിൻ്റെ ടൈപ്പിലേക്ക് കിടക്കാം. രണ്ട് ടൈപ്പ് ഉള്ളത്, ഒന്ന് പുഷ് ഫിറ്റും രണ്ടാമത്തത് റിംഗിങ് ഫിറ്റും. ഓക്കെ, അപ്പോൾ ഈ പുഷ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറോ അലവൻസ് ടൈപ്പ് ഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പുഷ് ഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷാഫ്റ്റും ഹോളും എന്തായിരിക്കും, ഒരേ സൈസിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, രണ്ടാമത്തെ റിംഗിങ് ഫിറ്റ്, അതായത് നെഗറ്റീവ് അലവൻസ് പ്രൊവൈഡ് ചെയ്ത ഒരു ടൈപ്പ് ട്രാൻസിഷൻ ഫിറ്റാണ് ഈ റിംഗിങ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാറ്റഗറിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ ഇടയുള്ളതുമായ ധാരാളം ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പോയിൻ്റൊക്കെ നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലവിടെ ഉറച്ചു നിൽക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.